എൻ്റെ മക്കള് രണ്ടുപേർക്കും ബാധ്യത ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അമ്മയുടെ താല്പര്യമല്ല, അവർക്കിപ്പോൾ സന്തോഷമായി, എങ്ങനെയെങ്കിലും ബാധ ഒഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ് എൻ്റെ മക്കൾക്ക്. ഞാൻ തന്നെ ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ എന്താണ് നിങ്ങളൊരു ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് ഇതൊക്കെ പറയേണ്ടത്. സ്വന്തം മകള് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വ്ലോഗ് തന്നെ ചെയ്ത് നിങ്ങൾ ആ ഇന്റർവ്യൂവിൽ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകള് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, മറ്റുള്ളവരെ പോലെ തെറ്റിന് വേണ്ടി കള്ളങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് ഒരു വീഡിയോ ചെയ്യത്തില്ലെന്നുള്ളൊരു കാര്യം. എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്? പക്ഷെ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലായി, മോള് സത്യമായിട്ടുള്ള കാര്യങ്ങളെ വ്ലോഗ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ വീട്ടിലെ റൊട്ടീനും ഫുഡും ചോദിച്ചപ്പോഴത്തേനും വ്യക്തമായിട്ട് ചേച്ചി പറഞ്ഞ കാര്യം അത്രയും സത്യസന്ധമാണെന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു തന്നു. കാരണം മകളുടെ വീഡിയോ സത്യസന്ധമായിട്ടേ മോള് ചെയ്യത്തുള്ളൂ. അതെന്തായാലും വളരെ നന്നായിട്ടുണ്ട്. മീറ്റ് ജയപ്രകാശ് രശ്മി, നമ്മൾ ഇവരെ കുറിച്ച് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെയും ചേട്ടൻ്റെ ഫുഡ് റൊട്ടീനെ കുറിച്ച് സ്വന്തം മകൾ ഒരു വ്ലോഗ് ഇട്ടു 1. 2 ആ വ്ലോഗിനെ വീണ്ടും ന്യായീകരിച്ചുകൊണ്ട് മെഴുകിക്കൊണ്ട് മോളൊരു എക്സ്പ്ലനേഷൻ ഇട്ടു. അങ്ങനെ 2 വീഡിയോസ് നമ്മൾ ചെയ്തു. ചേട്ടൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യവും പച്ചക്കറി ഒഴിച്ച് ബാക്കി എല്ലാം കഴിക്കും. പിന്നെ എന്തോ കഴിക്കുന്നത് വെച്ചാൽ ഇറച്ചി, ആട്, കോഴി, പോത്ത് തുടങ്ങിയ സാധനങ്ങൾ മാത്രമേ ചേട്ടൻ കഴിക്കത്തില്ല. ചേട്ടൻ എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിലായിരുന്നു ചേട്ടൻ്റെ കൂട്ടുകാർ കടുവയും കുറുക്കനും ഒക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ്റെ അടുത്തേക്ക് ഡെയിലി എല്ലാ ആഹാരങ്ങളും കഴിക്കുന്ന, ചോറ് കഴിക്കുന്ന, പച്ചക്കറികൾ കഴിക്കുന്ന, ബിസ്ക്കറ്റ് കഴിക്കുന്ന, ചായ കുടിക്കുന്ന ഒരു ചേച്ചി കല്യാണം കഴിച്ച് കൂടെ എത്തുന്നു. വളരെ ലേറ്റ് മാരേജ് ആയിരുന്നു ഇവരുടേത്. എല്ലാവർക്കും അറിയാമായിരിക്കും. സോഷ്യൽ മീഡിയയിൽ അന്ന് നല്ല രീതിയിൽ എല്ലാവരെയും വാഴ്ത്തി പാടിക്കൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അതിൻ്റെ കമന്റ് ബോക്സിന് താഴെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്നും ഇട്ടുകൊടുത്ത കമന്റ് ഒന്നുമില്ല, പെയ്ഡ് പ്രൊമോഷൻ അല്ല, സ്വന്തമായിട്ട് ആൾക്കാർ കണ്ട് വിലയിരുത്തി കൊടുത്തിട്ടുള്ള കമന്റുകൾ മാത്രമായിരിക്കും. ആ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ, നമ്മൾ പറയുന്നത് തെറ്റല്ല, നമ്മൾ ഈ കാണിക്കുക തെറ്റല്ല എന്ന കമന്റ് ബോക്സ് വായിക്കുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ അറിയോ, നമ്മളായിട്ട് വളച്ചൊടിച്ചൊരു കോണ്ടന്റ് അല്ല. ആ വീഡിയോ കണ്ടവർക്കെല്ലാം അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്തതെന്ന് അത് കാണുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇനി അവർ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ, ആ ഇന്റർവ്യൂ ഒന്ന് കണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് പേര്, എല്ലാ ജനങ്ങളിലും അല്ല, ചില ആളുകൾ ജനങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ അറിയാവുന്നവരും നമ്മുടെ നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, ബന്ധുക്കൾക്കൊക്കെ അറിയാം നമ്മൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് അറിയാം. പക്ഷെ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരില്ലേ. അപ്പൊ അവരിൽ ചിലര്, എല്ലാവരും ഇല്ല, ഒരു 4-5 പേര് ഒരു ചാനലിന് വേണ്ടിയാണോ അവരുടെ ഉപജീവന മാർഗമായിരിക്കാം. പക്ഷെ നമ്മളെ എന്തിനാണ് ഇതിൽ കരുവാക്കിയതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് വ്യക്തിപരമായിട്ട് നമ്മളെ അടുത്തറിയാം. അയ്യോ ചേച്ചി, ഞങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ വീട്ടിൽ ക്യാമറ കൊണ്ടുവന്നെടുത്ത വീഡിയോ അല്ല, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. അതിനകത്ത് നിങ്ങൾ പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്, ചേട്ടൻ ഒന്നും കഴിക്കാൻ തരുന്നില്ല, ഞാൻ അത് കഴിക്കുമ്പോൾ ഇത് കഴിക്കരുത്, ഇത് കഴിക്കുമ്പോൾ ഇത് കഴിക്കരുത്, മറ്റേത് കഴിക്കണം, അകത്ത് പോയിട്ട് മറ്റേ ഡേറ്റ്സ് മറ്റേത് എടുത്ത് കഴിക്കണം എന്നൊക്കെ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞേ. നമ്മളാരും വന്ന് പറഞ്ഞല്ല, നമ്മൾ തന്ന സ്ക്രിപ്റ്റ് പുറത്തായിരുന്നോ ചേച്ചി അത് പറഞ്ഞത്? അല്ല. അറിയാവുന്നവർക്കില്ലാത്ത പ്രശ്നം ഒരു ബന്ധം, ഒരു പരിചയം ഇല്ലാത്തവരിരുന്ന് കുത്തേണ്ട ആവശ്യമില്ലെന്നേ. ഇല്ല, അതെന്താണ്, നമ്മൾ അവരോട് എന്ത് തെറ്റാണ് ചെയ്തത്? അവരുടെ ചിലപ്പോ ആങ്കറെ പിന്നീന്ന് കുത്തി, നീ ഇതുപോലുള്ള പല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയുള്ള എന്നിട്ട് നീ കുത്തി സംസാരിക്കല്ലേ. ഉപജീവന മാർഗമായിരിക്കാം, അവർക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സോ അവർക്ക് വ്യൂവേഴ്സോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരാളെ ദ്രോഹിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷെ ഇതിൽ ജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ടമ്മേ, ചോറും മീൻകറിയും തോരനും അല്ലെങ്കിൽ ദോശയും ചമ്മതിയും കഴിച്ചുകൊണ്ടിരുന്ന ഒരു സമയം, ആ സമയത്ത് നിന്ന് വിവാഹത്തിന് ശേഷം പ്രകാശ് ചേട്ടൻ പറയുന്നു ഇനി ഇതൊന്നും കഴിക്കണ്ട, ഇനിയും ഈ ഡയറ്റും മുട്ടയും മാത്രം കഴിച്ചാൽ മതി. ഇതാണ് ചില ആളുകൾ പറയുന്നത്, വിമർശിക്കുന്നവർ. അവർക്ക് കൊടുക്കാനുള്ള മറുപടി എന്താ? വിമർശിക്കുന്നവരാണോ അങ്ങനെ പറയുന്നത്? ഇവര് തന്നെയല്ലേ പറഞ്ഞത്? ആ ഇന്റർവ്യൂ കണ്ടിട്ട് ശേഷം ഇതുപോലെ ഇന്റർവ്യൂ എടുക്കുന്നതല്ല നല്ലത്. അത് അവർ തന്നെ പറയുന്നത്, നമ്മൾ ആരും പറഞ്ഞതല്ല, വിമർശിക്കുന്ന ആൾക്കാർ പറയുന്നതല്ല. ചേട്ടൻ തന്നെ പറയുന്നത് അത് കഴിക്കില്ല, ഇത് മാത്രം കഴിച്ചാൽ മതി എന്നുള്ളത്. ഇതൊക്കെ സത്യത്തിന് നിരക്കാത്തതാണ്. അപ്പം ഞാനവിടെ വരുമ്പോൾ പ്രകാശ് ചേട്ടൻ ഈ ഡയറ്റാണ്, ഈ ഇപ്പം ഫോളോ ചെയ്യുന്ന ഡയറ്റ് തന്നെയാണ്. ഞാൻ ഈ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്, താല്പര്യം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം ഇത് നല്ലതാണ്, അതിൻ്റെ ബെനിഫിറ്റ്സും. അപ്പം മകനാണ്, രോഹിത്താണ് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. രോഹിത് ഇതിൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞു, അതിൻ്റെ അവിടെ പോളണ്ടിൽ നല്ല രീതിയിൽ സർവീസ് ചെയ്യുന്നു. അത് ഒരുപാട് പേർക്ക് ബെനിഫിറ്റുമാണ്, ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. ഒരുപാട് ഷുഗർ പേഷ്യൻസ് ഒക്കെ ഒരു 3 നേരം. അതെ, പിന്നെ ബാക്കിയുള്ള ചില പാവം അമ്മ
ഇപ്പൊ ആ സ്ക്രിപ്റ്റ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ വീഡിയോയിൽ ഇതുപോലെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളായിരുന്നു. അതിനകത്ത് കിടന്നുകൊണ്ട് വേറെ രീതിയിലൊക്കെ സംസാരിച്ച് എനിക്ക് ഒന്നും തരുന്നില്ല. ഇത്തിരി ചോറ് എടുക്കുമ്പോഴേക്കും എന്തിനും കഴിക്കുന്നുണ്ട്, ഒന്നും ഇല്ല. ഞാൻ വീട്ടിലാണെങ്കിൽ ചോറൊക്കെ ഇങ്ങനെ കുറച്ച് ചക്കയൊക്കെ കിടന്നിട്ട് 2 വെട്ട് വേണ്ടി തൊളയൊക്കെ എടുത്ത് കുടുകുളാന്ന് തിന്ന് ചായ കുടി, ചായക്കകത്ത് 2 ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി തിന്നുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബിസ്ക്കറ്റ് പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഞാനാ. മോള് തന്നെ പറയും, അമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിലേ അമ്മ അച്ഛനാണെങ്കിൽ വരുന്ന സമയത്ത് 2 കിലോ ഓറഞ്ചൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് രാത്രി ഇരിപ്പിത്ത് തീർക്കുന്നു. അപ്പോഴാണെങ്കിൽ അമ്മയ്ക്ക് ഓറഞ്ച് കിട്ടില്ല, അതിൻ്റെ ഒരു വിഷമമാണ്. നമ്മളാരും പറഞ്ഞില്ല, മക്കളും തള്ള അച്ഛനും കൂടി എന്ന് പറഞ്ഞ കാര്യമാണ്. ആളുകൾക്ക് ഈ കല്ലുകടി എന്തിനാന്നേ? സന്തോഷമായി ജീവിക്കുന്നോണ്ടാണോ? അല്ല, അവര് പറഞ്ഞോട്ടെ. കുഴപ്പമില്ല, എനിക്ക് എവിടെ ഏശാനല്ലേ. അല്ല, നമ്മൾ പ്രതികരിക്കാൻ പോയി, എന്നിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ അജിൻ പറഞ്ഞ കണക്ക് ഇത് നമ്മളെ ഫാമിലി അല്ല, നമ്മളെ റിലേറ്റീവ് അല്ല, നമ്മളെ നെയ്ബർ അല്ല, ഈവൻ നമ്മളുടെ നാട്ടുകാരല്ല. നമ്മൾ ഒരു വിധത്തിൽ അറിയാത്തവരെഴുതുന്നുണ്ട് എന്തെങ്കിലും പറയാം, നമ്മൾ പ്രതികരിക്കണമെന്നില്ല. അവർ പറയാനുള്ള അവർ പറഞ്ഞോട്ടെ. നമ്മളുടെ ജീവിതമാണ് ഇവർക്കുള്ള ആൻസർ. അത് ശരിയാ, നല്ല കാര്യം. വല്ലവരും എവിടെങ്കിലും ഒക്കെ ഇരുന്ന് പറയുന്നതിന് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്. അപ്പൊ വല്ലവരും എവിടെങ്കിലും ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവരുടെ ഫോണിലോട്ട് ഇതുപോലൊരു വീഡിയോ എടുത്ത് ഇട്ട് കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? വല്ലവരും എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തിനാ അവരെ ബുദ്ധിമുട്ടിച്ച് വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുന്നത്? അവരവരുടെ പണി നോക്കി ഇവിടെ ഇരിക്കുമല്ലേ? കഷ്ടമല്ലേ? സന്തോഷകരമായുള്ള ജീവിതം, അതിനപ്പുറം ഒന്നുമില്ല. ഒരു മനുഷ്യ ആയുസ് ശരാശരി ഞാൻ മനസ്സിലാക്കിയത് 36,000 ദിവസമാണ്. അതെ. അപ്പൊ അതിൽ പകുതിയോളം നമ്മുടെ പകുതി കൂടുതൽ കഴിഞ്ഞു. ഇനി പകുതി നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതും ഒരു വിവാഹം കഴിച്ചതെന്ന് വെച്ചാൽ ഒരു കമ്പാനിയൻഷിപ്പില്ല, സങ്കടത്തിലും സന്തോഷത്തിലും നമുക്കൊരു പങ്കാളി, ഒരു തുണ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അപ്പൊ അതിന് ജനങ്ങള് എന്തിനാണ് ഇങ്ങനെ നമ്മളെ ക്രൂശിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. പട്ടിണി ഒരു ജനങ്ങൾ പോലും ഇതുപോലൊരു മാരേജിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോയിൽ ഒരു സൈഡിൽ പോലും അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അങ്ങനൊന്നും പറയുന്ന ആൾക്കാരൊന്നുമല്ല. നമ്മൾ എപ്പോഴാണ് ഇതൊരു വിവാദമായിട്ട്, നമ്മൾ എപ്പോഴാണ് ഇതെടുത്ത് റിവ്യൂ ചെയ്യാനായിട്ട് വന്നത്? നിങ്ങൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞ കാര്യത്തിനകത്ത് ആ പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ ചെയ്യുന്നില്ല എന്ന് കണ്ട മിക്കവർക്കും മനസ്സിലായ ഒരു കാര്യം. അങ്ങനൊരു ടോപ്പിക്, അങ്ങനെ ഒരു കോണ്ടന്റ് അതിനകത്ത് വന്നതുകൊണ്ടാണ് എടുത്തത്. അല്ലാതെ മാരേജിനെ കുറിച്ചും ലേറ്റ് മാരേജിനെ കുറിച്ചൊന്നും ആരും എവിടെയും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇവൻ ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോയ്ക്കകത്ത്. ഇടുകയാണ്, വേലക്കാരിയാണ് ആവശ്യം, ഒരു ഭാര്യ അല്ലായിരുന്നു ആവശ്യം എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ചില കമന്റുകൾ അത് ഞാൻ എവിടെയോ പറഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇപ്പോൾ ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്കിന് അതായിരുന്നു നല്ലത് എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. ഞാൻ ഓർക്കുന്നു ഈ വയസ്സനാകാലത്ത് കല്യാണം കഴിക്കാൻ ഇവർക്ക് ഭ്രാന്താണോ, അല്ല അനാഥ മന്ദിരത്തിൽ പോയി കിടന്നാൽ പോലെ? ഇങ്ങനെ കമന്റുകൾ വരുമ്പോൾ നമ്മൾ എത്ര ആണെങ്കിലും മനസ്സുകൊണ്ട് വേദനിക്കത്തില്ലേ ചേച്ചി? തീർച്ചയായിട്ടും വേദനിക്കും. എൻ്റെ മക്കള് 2 പേർക്കും ബാധ്യത ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ കല്യാണം കഴിപ്പിച്ചത്. അമ്മയുടെ താല്പര്യമല്ല, അവർക്കിപ്പോൾ സന്തോഷമായി, എങ്ങനെയെങ്കിലും ബാധ ഒഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലാണ്. എൻ്റെ മക്കൾക്ക് അവരങ്ങനെയുള്ള മക്കളല്ല. എൻ്റെ മക്കളായാലും മരുമോനായാലും എല്ലാവരും എൻ്റെ മക്കൾ തന്നെ. അവർക്ക് എന്നെ അങ്ങേയറ്റം അവർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പം അവരെല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് ഒരു ജീവിത പങ്കാളിയുണ്ട്, നല്ലപോലെ കെയർ ചെയ്യുന്നതും സ്നേഹിക്കുന്നതായിട്ടുണ്ട് ജീവിത പങ്കാളി. ഇതിനപ്പുറം എന്നാ വേണം? തിരിച്ചു സ്നേഹമുണ്ടോ? അതുകൊണ്ടല്ലേ പറയുന്നത്. ആ കെയർ കിട്ടുന്നോണ്ട് ദൈവത്തിനോട് ഞാൻ നന്ദി. പ്രകാശേട്ടന്റെ മുഖത്ത് നല്ലൊരു പ്രസാദിപ്പം പ്രകാശം ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം, നല്ല കാര്യം, നല്ലോണം ജീവിക്കട്ടെ. ക്യാപ്ഷൻസ് ഇതൊക്കെ വായിച്ചിരുന്നോ? ഇല്ല, എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒന്നും വായിച്ചില്ലെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചോട്ടെ. ഒന്നുമില്ല, മുഴു പട്ടിണിയാ മോളെ, ഇങ്ങേരെന്നെ ഡയറ്റ് ചെയ്യിപ്പിക്കുക. ജയപ്രകാശ് ആടുകൾക്കൊരു ഭീഷണി, മനഃപൂർവ്വം അപമാനിക്കാനാണ് മകൾ എന്ന് പറഞ്ഞ് അവൾ വന്നത്. വയസ്സാങ്കാലത്ത് കെട്ടിക്കുടുങ്ങി, ഇഷ്ടമുള്ള ഭക്ഷണം പോലും ഈ പുള്ളിക്കാരൻ തരുന്നില്ല. അയാൾ അടിച്ചത് കൊണ്ടാണ് ഞാൻ വീഡിയോ പുറത്തിട്ടത്. ഇനി മുതൽ ഞാൻ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ജയപ്രകാശ് പലതവണ രശ്മിയെ തല്ലുന്നതായി രശ്മിയുടെ കൂട്ടുകാരി. അത് ഏത് കൂട്ടുകാരിയാണ് ഇല്ലാത്ത കാര്യം പറയുന്നത്? എനിക്ക് അങ്ങനെ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല ഫ്രണ്ട്സ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്റർവ്യൂ എടുക്കുന്നതിനല്ലേ ഇപ്പൊ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത്? അവരിതുകൊണ്ട് മനസമാനത്തോടെ അതും കഴിഞ്ഞ് വന്നവിടെ ഇരുന്ന് വീണ്ടും കുത്തി എടുത്തോണ്ട് വന്നിട്ട് ഏതൊക്കെയോ കമന്റുകളും തമ്പനയിലും ഒക്കെ എടുത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. അതൊന്നും കേൾക്കോ കാണുക പോലും ചെയ്യാത്ത ആൾക്കാരോട് നീ അല്ല കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, എന്നിട്ട് ബാക്കിയുള്ളവരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പറയുന്ന മകനെ. അത് അവരൊക്കെ നമ്മുടെ ലൈഫ് കണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്, അവർ താങ്ക്ഫുള്ളാണ്, സങ്കടം കൊണ്ട് പറയുകയാണ്. കാരണം എൻ്റെ മക്കളുടെ പ്രായമുള്ളവരാണ് ഈ എഴുതി വിടുന്നത്, ഈ ആവശ്യമില്ലാത്ത വീഡിയോകൾ ഇടുന്നത്. നമ്മുടെ സ്വന്തം അമ്മ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ? അവര്
അത് വേദനയോടെ തന്നെ ഞാൻ പറയാം. എനിക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു ഇത് കേട്ടപ്പോൾ. കാരണം സത്യത്തിന് നിരക്കാത്ത ഒരു കാര്യം. ചേച്ചിയുടെ ഫീലിങ്സ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചിക്ക് ഫീലിങ്സ് ഇല്ല നമ്മൾ പറയുന്നില്ല, അത് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനൊരു കണ്ടോ സത്യം, പക്ഷെ ഇങ്ങനൊരു കാര്യം വന്നിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കിനെ അതൊക്കെ ഏത് തരത്തിലായിരിക്കും ആൾക്കാർ എടുക്കുന്നത് അത് മനസ്സിലാക്കുക. ആൾക്കാർ ഇതിനകത്ത് ചിന്തിക്കും, ആൾക്കാർ ഇതിനെ പ്രതികരിക്കും, പറയാൻ പലതും കാണും, അത്രേ ഉള്ളൂ ഇതിനകത്ത്. കാര്യം അവരിങ്ങനെ വിളിച്ച് സമൂഹത്തിനോട് പറയുമ്പോൾ ഒരു പുളിപ്പ് അവർക്കില്ലേ, ഒരു ലജ്ജയില്ലേ, അവർക്കും ഒരു അമ്മയില്ലേ. അപ്പൊ അവരിങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാരും എന്റെ മക്കളെക്കാൾ പ്രായം കുറഞ്ഞവര് എല്ലാവർക്കും അമ്മയുണ്ട്. ഞങ്ങളുടെ അമ്മമാർ രാവിലെ വന്നിട്ട് എന്റെ അച്ഛനും ഭർത്താവൊന്നും കഴിക്കാൻ തരുന്നില്ല, മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞിട്ട് ക്യാമറ എടുത്ത് വെച്ച് സംസാരിക്കുമല്ല. അങ്ങനെ സംസാരിക്കുമ്പോഴത്തേന് ഇങ്ങനെയൊക്കെ പറയും. അത് സംസാരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും വരത്തില്ലല്ലോ. നമ്മൾ വന്നിട്ട് നിങ്ങൾ അടുക്കളയിലോട്ട് എത്തി നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കഴിക്കാൻ എന്ത് തരും, നിങ്ങൾക്ക് കഴിക്കാൻ തരുന്നില്ല, നിങ്ങൾക്ക് ചോറ് തരുന്നില്ല, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ തരുന്നില്ല, നിങ്ങൾ ചായ കുടിക്കുന്നില്ല, നമ്മളാരും വന്ന് എത്തി നോക്കുന്നുണ്ടോ? ആരും നോക്കുന്നില്ല. എന്നാൽ ഇതൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഭാഗത്തൊന്ന് പറയുമ്പോഴത്തേന് അതിനകത്ത് കമന്റ് ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ആൾക്കാർ എടുത്ത് റിയാക്ട് ചെയ്യും, പറയും വെള്ളം തീർന്നു പോയി പറയുന്നുണ്ട്. ഒന്ന് രണ്ടുപേരെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പൊ. ഏതായാലും അരി മേടിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് അല്ലേ? അതെ അതെ മേടിക്കുന്നുണ്ട്. പക്ഷെ അവര് ഒരാളെ ദ്രോഹിച്ചിട്ട് ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് അവർക്ക് തന്നെ തിരിച്ചു കിട്ടും. എടാ ഇന്റർവ്യൂ എടുക്കുന്ന പുന്നാരെ മോനെ, നീ ഇപ്പൊ അവരെയൊക്കെ എടുത്തോണ്ട് വന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിനക്കെന്തോ അരി അല്ലാതെ പിന്നെ പച്ചമുളകാണോ മേടിക്കാൻ പറ്റുന്നത്? സബ്ജക്റ്റുകളെ അവർ എടുക്കാറുള്ളൂ. പറയുന്നതെല്ലാം 100% ഇതാ, ഒരു എക്സാജറേഷനോ എന്തെങ്കിലും കുത്തിത്തിരിയുന്ന ഒരടി മോൾക്കില്ല, കുത്തിത്തിരിപ്പൊന്നുമില്ല. ഇല്ല. ഈ നമ്മുടെ പ്രേക്ഷകരോടും അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ വിമർശിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? വിമർശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് സത്യം അറിയാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. വെറുതെ ഈ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ എത്ര പേര് കാണുന്നേ, ലോകം മുഴുവനും കാണുന്നതാണ്. നമ്മൾ ജീവിക്കുന്ന വളരെ ഹാപ്പി ആയിട്ട് ഗോഡ്സ് ഗ്രേസ്, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രകാശ് ചേട്ടാ എന്തോ പറയാനേ അല്ലേ? അത്രേ ഉള്ളു. ഇത് കറക്റ്റായിട്ട് ആദ്യമേ പറഞ്ഞാൽ മതി, ഗോഡ്സ് ഗ്രേസ്, ഞാൻ നല്ല പോലാണ് ജീവിക്കുന്നത്, എനിക്ക് നല്ല രീതി ആഹാരം ഉണ്ട്, അത്രയും പറഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. ചേച്ചി എന്നെ പറയുന്നുണ്ട് ഇത് യൂട്യൂബ് എന്ന് പറയുന്നത് ലോകമെമ്പാടും കാണുന്നതാണെന്നുള്ളത്. അങ്ങനെ ലോകമെമ്പാടും കാണുമ്പോൾ ലോകത്തുനിന്ന് പല പല അഭിപ്രായങ്ങളുണ്ടാവും, അത്രേ ഉള്ളൂ. എനിക്കതൊരു കാര്യം മനസ്സിലായി. ദേവിയത് ആ രശ്മി എന്ന് പറഞ്ഞ ചേച്ചിയെ കൊണ്ട് അധികം സംസാരിപ്പിക്കാതെ ഇരിക്കുക. ജയപ്രകാശ് ചേട്ടൻ കൊള്ളാം, കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇത്രയും വരത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. സന്തോഷകരമായി ജീവിക്കല്ലേ? അതെ, അങ്ങനെ ഉദ്ദേശിച്ചാണോ അവർ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അടിച്ചെന്നൊക്കെ പറയുന്നത് ഒരു ശതമാനം പോലും സത്യത്തിന് നിരക്കാത്ത കാര്യം. ഏത് കൂട്ടുകാരിയാണ് എന്നെ അടിച്ചെന്നൊക്കെ പറഞ്ഞത്? അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നത്. ഇല്ലാത്തൊരു കാര്യം ഒരു ഒച്ചയെടുത്ത് സംസാരിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എന്തിനാണ് ഈ പ്രായത്തിൽ നമ്മളെ അടിക്കുന്ന എന്തോ കാര്യത്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അടിച്ചതുകൊണ്ടാണ്. അതൊക്കെ ആര് പറഞ്ഞത്? അങ്ങനെയൊക്കെ ഒന്നും നമ്മളൊന്നും പറഞ്ഞ കാര്യമൊന്നുമല്ല. ഇത് വേറെ ആരാണ്ടൊക്കെ എന്താണ്ടൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അതിനകത്ത് എടുത്ത് വെച്ച് പറഞ്ഞത്, കാണിച്ചത്. എന്തായാലും ചേച്ചിക്ക് അതിനൊരു വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും അത് ഇതുപോലൊരു ചാനലുകാർക്ക് വീണ്ടും എടുത്ത് പുറത്തോട്ട് ഇടാനും ഒക്കെ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും അതിന് പല അഭിപ്രായങ്ങൾ കാണും. എല്ലാവരും ഒരേ മെൻറ്റാലിറ്റി ആയിരിക്കത്തില്ലല്ലോ. ആ പല അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണയും വീഡിയോ രൂപേണയൊക്കെ പുറത്തു വരും. അത് മാത്രമേ ഈ ഒരു വിഷയത്തിലൂടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ആർക്കും ആരുടെ ഉറക്കം കെടുന്ന രീതിയിലോ ആർക്കും അസ്വസ്ഥരാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ചിലപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു കാര്യങ്ങൾ താങ്ങാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടോപ്പിക്കുകൾ പോസ്റ്റ് ചെയ്യാതിരിക്കുക, അവസാനിപ്പിക്കുക, ഇതൊന്നും ചെയ്യാതിരിക്കുക, അതോടെ തീരുന്നൊരു കാര്യമേ ഉള്ളൂ. അല്ലാതെ വീണ്ടും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് അഭിപ്രായം വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസും കമൻസും ഒക്കെ വരും. വരുമ്പോഴത്തേക്കിന് അതും ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്ത് ആ റിയാലിറ്റി അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ജീവിച്ച് പോവുക, അത്ര തന്നെ. അപ്പം ശരി.